2 ദിവസമായി നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ കഴിഞ്ഞ സർക്കാരിന്റെ നയങ്ങൾ മുതൽ സംഘടനാ പാളിച്ചകൾ വരെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തപ്പെട്ടു. ബി.ജെ.പിയോടുള്ള സമീപനം, അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള നയരേഖ രൂപം നൽകാനാണ് 6 അംഗ സമിതിയെ നിയോഗിച്ചത്. ബൂത്ത് തലം മുതൽ KPCC തലം വരെയുള്ള പ്രവർത്തന രംഗത്ത് സംഘടനാ തലത്തിൽ ആവശ്യമായ പുനഃക്രമീകരണം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ബൂത്ത് തലം മുതൽ പുനഃക്രമീകരണം നടത്തുമെന്നും VM സുധീരൻ അറിയിച്ചു. ആ നയരേഖ തയ്യാറാക്കി അതിൻ്റെ കരട് രൂപത്തിൽ താഴെ തട്ടിലേക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ചുകൊണ്ട് KPCC നിർവാഹക സമിതി വീണ്ടും യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ആ പ്രവർത്തന രേഖ, നയരേഖ അന്തിമമായ രൂപം നൽകും. സ്ഥാനാർത്ഥികൾ ഉയർത്തിയ പരാതികൾ പരിശോധിക്കാൻ മേഖലാതലത്തിൽ സമിതി രൂപീകരിക്കാനും തീരുമാനമുണ്ട്. BJPയുമായി ഒരു തരത്തിലുള്ള ബന്ധം പാർട്ടിയുടെ ഒരു തലങ്ങളിലും ഉണ്ടാകരുന്ന മുന്നറിയിപ്പും യോഗത്തിൽ സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി നൽകി. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.